നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം മൂലം വലയുന്ന പ്രവാസികൾക്ക് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടുകൂടെ ചെറിയ ആശ്വാസം ലഭിച്ചിരുന്നുവെങ്കിലും മറ്റു പലതും പ്രവാസികളെ ആകെ വലയിക്കുകയാണ്. ഇപ്പോഴത്തെ കോവിഡ് മൂലം റുവൈസിലും മുസഫയിലും നിർത്തിവെച്ച എംബസി സേവനം പുനരാരംഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം ഈ മേഖലയിലുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ വലയ്ക്കുകയാണ്. വിവിധ കോൺസൽ സേവനങ്ങളുമായി അവധിയെടുത്ത് മണിക്കൂറുകളോളം സഞ്ചരിച്ച് പോകേണ്ടി വരുന്നെന്നാണ് പരാതി. റുവൈസിൽ നിന്ന് 265 കിലോമീറ്റർ അകലെയാണ് അബുദാബി സലാം സ്ട്രീറ്റിലെ BLS സെന്റർ. സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് ഇവിടെത്തി പാസ്പോർട്ട് സേവനം നടത്തി തിരിച്ചുവരാൻ യാത്രയ്ക്ക് മാത്രം 5 മണിക്കൂർ എടുക്കും. പാസ്പോർട്ട് കേന്ദ്രത്തിലെ സേവന സമയം കൂടി കണക്കിലെടുത്താൽ ഒരു ദിവസം തന്നെ തീരും. ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നം മൂലം നടപടിക്രമം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും മറ്റൊരു ദിവസം അവധിയെടുത്ത് ഇത്ര ദൂരം സഞ്ചരിക്കുകയും വേണം. രാവിലെ 8-ന് എത്തുമ്പോഴേക്കും ടോക്കൺ തീർന്ന് മടങ്ങിയവരും ഏറെ. വാഹനമില്ലാത്ത ചിലർ സമീപത്തെ പാർക്കിൽ അന്തിയുറങ്ങി പുലർച്ചെ കാത്തുനിന്ന് ടോക്കൺ എടുക്കുന്നതും പതിവ് കാഴ്ചയാണ്. വെള്ളിയാഴ്ചകളിൽ നേരത്തെ റുവൈസിൽ ലഭിച്ചിരുന്ന സേവനം പുനരാരംഭിച്ചാൽ മേഖലയിലെ 100 കണക്കിന് ഇന്ത്യക്കാർക്ക് ആശ്വാസമാകുമെന്ന് അഡ്നോക് ജീവനക്കാരൻ പത്തനംതിട്ട സ്വദേശി പ്രദീപ് വ്യക്തമാക്കുകയുണ്ടായി. ഇതിലൂടെ അവധിയെടുക്കുന്നതിനും നഗരത്തിലേക്കുള്ള യാത്രാ ചെലവും ഒഴിവാക്കാവുന്നതാണ്. UAE സൗദി അതിർത്തി പ്രദേശമായ ഗുവൈഫാത്തിലും മറ്റും ജോലി ചെയ്യുന്നവരും പാസ്പോർട്ട് സേവനങ്ങൾക്കായി റുവൈസിലെ ഈ കേന്ദ്രത്തെയാണ് ആശ്രയിച്ചു വരുന്നത്. അതേസമയം പാസ്പോർട്ട് പുതുക്കാനും നവജാത ശിശുക്കൾക്ക് പുതിയ പാസ്പോർട്ട് എടുക്കാനുമായി ഒട്ടേറെ പേരാണ് കാത്തിരിക്കുന്നതെന്നും പ്രദീപ് പറഞ്ഞു. മുസഫയിൽ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശി സജീവന്റെ പാസ്പോർട്ടിന്റെ കാലാവധി തീർന്നിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അബുദാബി മലയാളി സമാജത്തിൽ നിർത്തിവെച്ച പാസ്പോർട്ട് സേവനം പുനരാരംഭിക്കുന്നതും കാത്തിരിക്കുകയാണ് ഇവർ. ഷാബിയ 12-ലെ ക്ലാസിക് മിനി മാർട്ടിൽ ജോലി ചെയ്യുന്ന വയനാട് സ്വദേശി അബ്ദുറഹ്മാൻ 5 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവധിയെടുത്ത് നഗരത്തിൽ പോയാണ് പാസ്പോർട്ട് പുതുക്കിയത്. ഇനിയും സമാനമായി ഒത്തിരിയേറെ പേരുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.